Hi, hello, namaskaram. Welcome back to my channel. എല്ലാവർക്കും ഫുഡ്ജറ്റിന്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ഇത്. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 5 ഗ്രാമിനടുത്ത് ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ ഇതുപോലെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തീ ഓൺ ആക്കിയിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പാലും ചേർത്ത് കൊടുത്തിട്ടുള്ള കസ്റ്റേർഡും എല്ലാം കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രെഡൊക്കെ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റാക്കി എടുക്കേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ചൂടൊക്കെ അറിയിട്ടുണ്ട്. ആ മിക്സ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ട്രേയിലാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള മിക്സ് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ച് ഡിസൈനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ളവർക്കും നമുക്ക് ഗസ്റ്റായിട്ട് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്